നോയമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നാം നമ്മുടെ ആരാധനകളിലും പ്രാർത്ഥനകളിലും ഒക്കെയും പതിവായി വായിക്കുന്ന ഒരു വേദഭാഗമാണല്ലോ 139 സങ്കീർത്തനം. ഈ സങ്കീർത്തനം നമ്മളെ ഓർപ്പിക്കുന്നത് നാം ആത്മസംതൃപ്തരായി നമ്മുടെ നീതിപ്രവൃത്തികളിൽ അടങ്ങി ജീവിക്കാതെ നമ്മുടെ കുറവുകളെ ശോധന ചെയ്യുന്ന, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ, ദൈവം നമ്മെ ശോധന ചെയ്യുവാൻ, ദൈവത്തെ അനുവദിക്കുവാൻ നാം തയ്യാറാകേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. സാത്താൻ്റെ പ്രലോഭനത്തിൽ നാം പലപ്പോഴും സംതൃപ്തരായിട്ട് ജീവിക്കുകയാണ്. സാത്താൻ്റെ പ്രലോഭനം ഹവ്വായോട് പറയുന്നത്, നിങ്ങൾ ഈ പഴം കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. നമ്മുടെ പ്രവർത്തനങ്ങളുടെയൊക്കെയും മോട്ടിവേഷൻ പലപ്പോഴും നാം ഉന്നതരാകണം, ദൈവത്തെ പോലെയാകണം. പലപ്പോഴും നാം നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് ഞാൻ നല്ലവരാണ്, മറ്റുള്ളവരൊക്കെയും മോശക്കാരാണ്. പ്രാർത്ഥിക്കാൻ വന്ന പരീശനെയും ചുങ്കക്കാരനെയും പോലെ പരീശൻ പ്രാർത്ഥിക്കുന്നത്, ഈ ചുങ്കക്കാരനെ പോലെ അല്ലായികയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയോ ഒന്നും വിഷയമില്ല. പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. അവൻ്റെ ഉള്ളിലേക്ക് നോക്കി അവൻ്റെ പാപത്തെ മാത്രമാണ് ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ അവൻ കാണുന്നത്. ഈ നോയമ്പ് കാലത്തും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ കുറവുകളെ കാണുവാൻ, ദൈവം നമ്മളെ കാണുന്നത് പോലെ നമ്മുടെ കുറവുകളെയും തെറ്റുകളെയും കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. 139 സങ്കീർത്തനത്തിൽ നാം വായിക്കുകയാണ്, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ജീവിതത്തിൽ നാം അനുകരിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? ശാശ്വത മാർഗത്തിൽ നടത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുന്നുള്ളൂ. നമുക്ക് പല വികാരങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ് നാം എല്ലാവരും. നാം വെച്ച് പുലർത്തുന്ന വികാരങ്ങളിൽ നാം എല്ലാം സംതൃപ്തരാണ്. അതൊക്കെ ശരിയാണ്, ന്യായമാണ്, മറ്റുള്ളവർക്ക് സഹായകരമാണ് എന്നൊക്കെയുള്ള ചിന്തയിലാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നാം നയിക്കുന്നത്. എന്നാൽ നമ്മുടെ നിരൂപണങ്ങളെയൊക്കെ ശോധന ചെയ്യുന്ന ദൈവം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പിൻപിലുള്ള നമ്മുടെ വികാരങ്ങളെയാണ് ശോധന ചെയ്യുന്നത്. ഇവിടെ ദാവീദിൻ്റെ പ്രാർത്ഥന, എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണം. എവിടെയാണ് ശാശ്വത മാർഗം നാം കണ്ടെത്തുന്നത്? ജീവിതത്തിൽ നാം പുലർത്തേണ്ട സ്വഭാവ വിശേഷങ്ങൾ, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള പ്രത്യാശ, ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹം, ഇവ മൂന്നുമാണ് നിലനിൽക്കുന്ന കാര്യങ്ങൾ എന്ന പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നു. ബാക്കിയൊന്നും നിലനിൽക്കുന്നതല്ല. നമ്മുടെ പ്രാർത്ഥന ജീവിതമോ നമ്മുടെ ഓട്ടമോ അധ്വാനമോ ഇതൊന്നും നിലനിൽക്കുന്നില്ല. ഇവയിലൊക്കെ നമ്മൾ മടുത്തു പോകും. തെറ്റായ വഴിയിൽ കൂടിയുള്ള നമ്മുടെ പ്രയാണത്തിൽ പലപ്പോഴും മടുപ്പ് തോന്നി വീണ്ടും നേരായ പാതയിലേക്ക് കടന്നു വരുന്നവരാണ് നാം ഓരോരുത്തരും. ആ നേരായ പാത നമുക്ക് കാണിച്ചു തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയാണ്, എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണം. സ്വയം സംതൃപ്തരായി ഞാൻ ചെയ്യുന്നതൊക്കെയും ശരിയാണ്, ഉത്തമമായതാണ് എന്നുള്ള ചിന്തയിലുള്ള നമ്മുടെ പോക്കിൽ നിന്നും പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ ദൈവസന്നിധിയിൽ നാം അടുത്ത് ചെല്ലുമ്പോൾ നമുക്കും
പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് അറിയാത്തവരാണ് നാം. പ്രാർത്ഥിക്കാൻ പോലും അറിവില്ലാത്തവരാണ് നാം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ മാനസാന്തരത്തിന് നമ്മെ സഹായിക്കണമേ. ദിനംതോറും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയാണ് ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. നമ്മുടെ മനസ്സുകളെ പുതുക്കുക. എൻ്റെ ജീവിതം പോരാ, ഇങ്ങനെ പോയാൽ പോരാ, ഈ പ്രവൃത്തിയിൽ പോയാൽ പോരാ, ഈ മനോഭാവത്തിൽ പോയാൽ പോരാ. എല്ലായിടത്തും നമ്മുടെ കുറവുകളെ കാണിച്ചു തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ. അല്ല എങ്കിൽ നാം എന്തൊക്കെയോ നേടി, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു എന്നുള്ള ചിന്തയിൽ നാം സ്വയം സംതൃപ്തരാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലുമ്പോൾ എന്നെ ശോധന ചെയ്തെൻ്റെ ഹൃദയത്തെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ പ്രവൃത്തികളൊന്നും വില പോകുന്നില്ല. മനുഷ്യൻ്റെ നീതിപ്രവൃത്തികളൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ കറ പുരണ്ട തുണി പോലെയാണ് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ദൈവം ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്, ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് സത്യം സമ്മതിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. എന്തൊക്കെയാണ് ദൈവം അറിഞ്ഞിരിക്കുന്നത്? ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എൻ്റെ ശരീരത്തെ മുഴുവനായിട്ട് അറിയുന്ന ദൈവം. ഞാൻ എന്തിനു വേണ്ടിയാണ് എൻ്റെ ശരീരത്തെ ചലിപ്പിക്കുന്നത് എന്ന് അറിയുന്ന ദൈവം. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ദൈവം അറിയാത്ത ഒന്നും സംഭവിക്കുന്നില്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ. എൻ്റെ നടപ്പും കിടപ്പും നമ്മുടെ ഓരോ ചലനങ്ങൾ പോലും അത് എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് എന്നൊക്കെയും അറിയുന്ന ഒരു ദൈവത്തിന് മുൻപാകെയാണ് നാം ജീവിക്കുന്നത്. ഇതൊക്കെ സമ്മതിച്ച് അംഗീകരിച്ച ശേഷം അത് പോരായല്ലോ, വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എൻ്റെ ഹൃദയത്തെ നീ അറിയണം. എങ്ങനെ അറിയണം? നീ ശോധന ചെയ്ത് അറിയണം. നിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന എന്നെ നിൻ്റെ സാക്ഷിയാകുവാൻ എൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന കുറവുകളെ എനിക്ക് കാണിച്ചു തരണം. കർത്താവിൻ്റെ ഐഹിക കാലത്ത് കർത്താവ് സാക്ഷിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള പരാജയം അവിടെയാണ് നാം കാണുന്നത്. നമ്മെ കാണുന്നവർ ദൈവത്തെ കാണുവാൻ ഇടയാകണം. അതിന് തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ നാം രൂപാന്തരപ്പെടുത്തണം. നമ്മുടെ നിലവുകളെ രൂപാന്തരപ്പെടുത്തണം. അല്ല എങ്കിൽ വ്യസനത്തിനുള്ള മാർഗമാണ് നമ്മിൽ അവശേഷിക്കുന്നത്. നമ്മുടെ ജീവിതം വ്യസനത്തിലേക്കാണ് കൂപ്പുകുത്തുന്നത് എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മെ തന്നെ നമുക്ക് സമ്മതിച്ചുകൊണ്ട് നമ്മുടെ കുറവുകളെയും നമ്മുടെ അജ്ഞതയെയും ദൈവസന്നിധിയിൽ സമ്മതിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ സന്നിധി കരങ്ങളിൽ ഫലമേൽപ്പിക്കാം. എന്നെ സൃഷ്ടിച്ചവൻ നീയാണ്, എന്നെ മെനഞ്ഞവൻ നീയാണ്. നിൻ്റെ സ്വരൂപത്തിലാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, നിൻ്റെ സാദൃശ്യത്തിലാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. സാത്താൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുന്ന കാലത്തോളം ഈ ലോകത്തിൽ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ എൻ്റെ ഹൃദയത്തെ ശാസ്ത്രം ചെയ്ത് എന്നെ പരീക്ഷിച്ച് എനിക്ക് രൂപാന്തരത്തെയും മാനസാന്തരത്തെയും നൽകി ദൈവ അനുരൂപമായി ജീവിത സാക്ഷ്യം നിർവഹിക്കുവാൻ കൃപ അധികമധികമായി ചൊരിഞ്ഞു തരണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ദിവസത്തിൽ നമുക്ക് പ്രവേശിക്കാം.